നമസ്കാരം, വെൽക്കം ടു ഡ്രീം ക്യാച്ചർ. നമ്മുടെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിന്റെ ഫസ്റ്റ് ക്ലാസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ചരിത്രമാണ് ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു സിലബസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കേരള ചരിത്രമാണ്. അപ്പോൾ കേരള ചരിത്രത്തിലെ ആദ്യ ടോപ്പിക് എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളുമാണ്. അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ മെയിൻലി ഇപ്പം LDC ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ LDCയുടെ സിലബസിന്റെ ലിങ്ക് ആണ്. നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ കീപ്പ് ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ LDC ആണല്ലോ ഫോക്കസ് ചെയ്തത്. അപ്പോൾ LDCയുടെ സിലബസ് നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഡീപ്പായിട്ട് അതിനൊന്ന് വായിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചു പോകുന്ന പോർഷൻസ് നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം സിലബസിന്റെ എത്ര ഭാഗം നമ്മൾ കവർ ചെയ്തു എന്നുള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഹൈ ആക്കാനും അതൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ നമ്മുടെ LDCയുടെ സിലബസ് ഒന്ന് പ്രിന്റ് ഔട്ട് ചെയ്ത് കയ്യിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടോപ്പിക് യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളുമാണ്. യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും കേരള ചരിത്രത്തിൽ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള ഈ വിദേശികളുടെ ഒരു വരവുണ്ടല്ലോ, അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത്. അപ്പം അതൊക്കെ ഒന്ന് പഠിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആ കാര്യങ്ങളോട് പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ച വ്യക്തി. നമുക്കൊക്കെ അറിയുന്ന ഒരാളാണ്, കേട്ടിട്ടുള്ള ഒരാളാണ് കൊളംബസ്. കൊളംബസ് ആണ് ഇന്ത്യ കണ്ടുപിടിക്കാനുള്ള ഔദ്യോഗിക ശ്രമം ആദ്യമായിട്ട് ആരംഭിച്ചത്. കൊളംബസ് ആണ് ഇന്ത്യ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആദ്യമായി ആരംഭിച്ചത്. ഒരു PYQ ആണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് കേട്ടിട്ടുണ്ടാവല്ലോ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്സ്. ശുഭപ്രതീക്ഷ മുനമ്പ് ആദ്യമായി ചുറ്റി സഞ്ചരിച്ച യൂറോപ്യൻ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരൻ. ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്സ് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് ആദ്യമായി ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികൻ അല്ലെങ്കിൽ യൂറോപ്യൻ നാവികൻ അതാണ് ബർത്തലോമിയ ഡയസ്. 1488 ബർത്തലോമിയ ഡയസ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ചത്. അതൊരു PYQ ആണ്. ജസ്റ്റ് നമ്മൾ യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞോളൂ. ബർത്തലോമിയ ഡയസ് എന്നുള്ള പേര് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആദ്യം ആരംഭിച്ചത് കൊളംബസ് ആണെങ്കിലും ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ യൂറോപ്യന്മാരല്ല. ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ അറബികളാണ് ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ. യൂറോപ്യർക്ക് മുൻപേ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. അതിനുശേഷമാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയത്. അപ്പം യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയത് കടൽ മാർഗമാണ് നമുക്കറിയാം. അപ്പം ഇവർക്ക് കടൽ മാർഗം ഇന്ത്യയിൽ എത്താൻ അല്ലെങ്കിൽ പുതിയൊരു കടൽ മാർഗം കണ്ടെത്തേണ്ടി വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ കാരണമാണ്. അതായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ കാരണമാണ് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയൊരു കടൽ മാർഗം കണ്ടെത്തേണ്ടി വന്നത് 1453. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ഒരു യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് പറയുന്ന ആ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യം പറയുന്ന ഒരു കാര്യമാണ് ഈ ഒട്ടോമൻ തുർക്കികളുടെ കാര്യം. അത്രയും കാര്യം ഓർക്കുക. നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇന്ത്യ കണ്ടുപിടിക്കാനുള്ള ഔദ്യോഗിക ശ്രമം ആദ്യമായിട്ട് ആരംഭിച്ചത് കൊളംബസ് ആണ്. ആദ്യം എത്തിയ വിദേശികൾ അറബികളാണ്. പിന്നെ ഒരു PYQ ആണ്, യൂറോപ്യന്മാരെ കുറിച്ചിട്ടുള്ള ഒരു PYQ. ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്സ് ശുഭപ്രതീക്ഷ മുനമ്പ് ആദ്യമായി ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയ ഡയസ് ആണ്. നമ്മൾ ഇനി യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഇന്ത്യയിലത്തെ യൂറോപ്യന്മാരുടെ ഓർഡർ എന്ന് പറയുന്നത് ചെറിയൊരു കോഡിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഒരു സാർവത്രിക കോഡാണ്. എല്ലായിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കോഡ്. PDBF. കുട്ടി വായിക്കുമ്പോൾ ഫെ എന്ന് വായിക്കാം. അപ്പോൾ അതിൽ P എന്ന് പറയുന്നത് പോർച്ചുഗീസ്, D എന്ന് പറയുന്നത് ഡച്ച്, B എന്ന് പറയുന്നത് ബ്രിട്ടീഷ്, F എന്ന് പറയുന്നത് ഫ്രാൻസ്. ഇങ്ങനെ ഓർത്താൽ മതി. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ്. ഇതാണ് യൂറോപ്യന്മാര്
കേരളത്തിലെത്തിയതിന്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നതാണ് PDBF. ഇനി ചില പരീക്ഷയ്ക്ക് ചോദിക്കാം, ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികൾ ഏതാണെന്ന് ചോദിക്കാം. പോർച്ചുഗീസുകാരാണ്. അല്ലെങ്കിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തികൾ ഏതാണെന്ന് ചോദിക്കാം, ഫ്രഞ്ചുകാരാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വന്ന ഓർഡർ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് തിരികെ പോയ ഓർഡറും കൂടെ നമുക്കൊന്ന് പഠിക്കണം. അത് നമുക്ക് തിരിച്ചു പഠിക്കാം. DBFP. ഇത് പഠിക്കാൻ പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, നമ്മൾ തന്നെ പഠിക്കേണ്ടി വരും. ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രാൻസ്, പോർച്ചുഗീസ്. DBFP. ഇത്ര ഓർത്താൽ മതി. ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. അങ്ങനെ ഓർക്കുക. ആദ്യം വന്നത് P, ലാസ്റ്റ് വരുമ്പോൾ P വരും. പിന്നെ ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്. ഈ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വെക്കുക. വന്ന ഓർഡർ PDBF, തിരികെ പോയ ഓർഡർ DBFP. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനകളും അവരുടെ ആ ഒരു കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പോർച്ചുഗീസുകാരുടെ എന്നുള്ള ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോർച്ചുഗീസുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്ത്? പറങ്കികൾ. ഇങ്ങനെ പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും എല്ലാം ഇങ്ങനൊരു അപരനാമം ഉണ്ടായിരുന്നു. അപ്പം അതിൽ പോർച്ചുഗീസുകാരുടെ പേരാണ് പറങ്കികൾ. പോർച്ചുഗീസുകാർ കേരളത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന പറങ്കികൾ എന്ന പേരിലാണ്. പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര്. കേരളത്തിൽ ആദ്യ യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളവുമായിട്ടൊരു വാണിജ്യ ബന്ധത്തിന് വേണ്ടിയാണ് അവർ എത്തിയതെങ്കിലും പതുക്കെ പതുക്കെ ആ വാണിജ്യ ബന്ധത്തിലൂടെ അവർ അധികാരം പിടിച്ചടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. അവരെ പറങ്കികൾ എന്നും അറിയപ്പെടുന്നു. ആദ്യ യൂറോപ്യൻ ശക്തിയാണ്. ആദ്യ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളവുമായിട്ട് നല്ലൊരു വാണിജ്യ ബന്ധം, നമ്മുടെ നാട്ടിലെ സ്പൈസസ് ഒക്കെ അറിയാലോ, കുരുമുളക്, ഏലക്ക പോലത്തെ സ്പൈസസ് ഒക്കെ അവർ അവരുടെ നാട്ടിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ നമ്മളുമായിട്ട് നല്ലൊരു വാണിജ്യ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് പോർച്ചുഗീസുകാർ യൂറോപ്പിൽ നിന്നും കേരളത്തിൽ എത്തുന്നത്. പക്ഷെ പതുക്കെ പതുക്കെ ആ ഒരു വാണിജ്യ ബന്ധത്തിന്റെ എന്താ പറയുന്ന അവരുടെ ആ ഒരു നിറം മാറി പതുക്കെ നമ്മളെ ഭരിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് അവർ കൺവേർട്ടഡ് ആയി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നമ്മൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ കേരള ചരിത്രത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് നോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പോയിന്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെക്ചർ നോട്ട് പോലെ എന്തെങ്കിലും പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഈ നോട്ട് ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞു പോകാനുള്ള എളുപ്പത്തിന് വേണ്ടി മാർക്ക് ചെയ്ത് വെക്കുന്നതേ ഉള്ളേ. അപ്പൊ പോർച്ചുഗീസുകാർ ആദ്യ യൂറോപ്യൻ ശക്തിയാണ്. ആദ്യ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചു. കേരളവുമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധത്തിന് വേണ്ടി അവർ എത്തിയത്. ഇനി ജെയിംസ് കോറേ എഴുതിയിട്ടുണ്ട് അല്ലെ. ജെയിംസ് കോറേയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി. ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കോറിയ. പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കോറിയ. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതിയെ, ജെയിംസ് കോറിയ. ഇനി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ പ്രസൻസ് ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരുടെയാണ്. അവർ 1498 എത്തി. മടങ്ങി പോകുന്നത് 1961. അപ്പം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. 1498 അവര് കേരളത്തിൽ എത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് മടങ്ങി പോകുന്നത് 1961. അത്രയും ഒരു കാലത്തോളം ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദേശ ശക്തി അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഇനി വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ FC എല്ലാം എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതിന്റെ ഒരു ഇതാണ്. ഫസ്റ്റ് കം ലാസ്റ്റ് ഔട്ട്. ആദ്യം വന്നു, അവസാനം പോയി. ആദ്യം എത്തി അവസാനം മടങ്ങി. ആദ്യം എത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. അവസാനം മടങ്ങിപ്പോയ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇനി ആദ്യമായി കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയാണ്. 1498 എത്തിയത്. വാസ്കോ ഡ ഗാമയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, കേരളത്തിലെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമ. ഇനി ഇന്ത്യയിൽ കരമാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസ് സഞ്ചാരി എന്ന് പറയുന്നത് പെറോഡ കോവിൽഹയാണ്. അപ്പം രണ്ടുപേരുടെ വ്യത്യാസം ഓർത്തോണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കരമാർഗം ആദ്യം ഇന്ത്യയിലെത്തിയ
പോർച്ചുഗീസ് സഞ്ചാരി ആരെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ പെറോഡ കോവിൽഹ. കടൽ മാർഗം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ അല്ലെങ്കിൽ സഞ്ചാരി എന്ന് ചോദിച്ചാൽ അത് വാസ്കോഡ ഗാമയാണ്. രണ്ടുപേരുടെയും പേര് തമ്മിൽ മാറിപ്പോരുന്നത്. കടൽ മാർഗമാണ്, നമ്മുടെ കാപ്പാട് കടപ്പുറത്താണ് വാസ്കോഡ ഗാമ വന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം കടൽ മാർഗം കേരളത്തിൽ എത്തിയത് വാസ്കോഡ ഗാമയും കരമാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ പോർച്ചുഗീസ് സഞ്ചാരി എന്ന് പറയുന്നത് പെറോഡ കോവിൽഹയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നോട്ടുണ്ട്, അപ്പം അത് നോക്കി തന്നെ പഠിക്കുക. ഇത് ജസ്റ്റ് ഞാനൊന്ന് പോയിന്റ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ ആ പേരൊന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് ആദ്യം തൊട്ട് നോക്കാം. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ആദ്യ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിക്കുന്നതും പോർച്ചുഗീസുകാരാണ്. കേരളമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധത്തിന് വേണ്ടിയാണ് അവര് നമ്മുടെ നാട്ടിലെത്തിയത്. അതൊക്കെ ആ വാണിജ്യ ബന്ധം എന്ന് പറയുന്ന ഒരു ഭരണത്തിലേക്കുള്ള അവരുടെ ഒരു കൺവേർഷൻ ആയിട്ട് മാറി അവിടെ. പിന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കോറിയയാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ പ്രസൻസ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അറിയിച്ച ഒരു യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. 1498 കേരളത്തിൽ കാപ്പാട് കടപ്പുറത്ത് എത്തിയ പോർച്ചുഗീസ് 1961 ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം അവരുടെ ഒരു പ്രസൻസ് നമ്മുടെ ഇന്ത്യയിൽ അറിയിച്ച ഒരു യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ആദ്യം എത്തിയവർ അവസാനം മടങ്ങി. ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിൽ കാലുകുത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയും കരമാർഗം ഇന്ത്യയിലെത്തിയ സഞ്ചാരി പെറോഡ കോവിൽഹയാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമയെ പറ്റിയാണ്. അപ്പൊ നമ്മൾ വാസ്കോഡ ഗാമയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് വാസ്കോഡ ഗാമയെ കുറിച്ച്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നത് മെയിൻ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാതെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. പിന്നെ ഒരു എന്താ പറയുക, ഒരു കഥ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു മെമ്മറിയിൽ ഓർത്ത് വെച്ചാൽ മതി, ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ വാസ്കോഡ ഗാമ അറിയപ്പെടുന്ന പേര് തന്നെ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി, അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ. അപ്പൊ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി, സേനാനായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? ഓപ്ഷനകത്ത് പല പേരുകളും ഉണ്ടാവും, അപ്പം കൺഫ്യൂഷൻ ആയി പോകരുത്. വാസ്കോഡ ഗാമ തന്നെയാണ് അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ. ഇനി വാസ്കോഡ ഗാമയെ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഇനി മാനുവൽ രാജാവിന്റെ പ്രത്യേകതയുണ്ട്. മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പൊ വാസ്കോഡ ഗാമ അറിയപ്പെടുന്ന പേരാണ് അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ 1497 ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗമുള്ള യാത്ര ആരംഭിച്ചത്. 1497 ലിസ്ബണിൽ നിന്ന് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇനി എന്നാണ് വാസ്കോഡ ഗാമ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ എത്തിയത്? 1498 മെയ് 20 പന്തലായനി ബീച്ചിലാണ്, കാപ്പാട് കടപ്പുറത്ത്, കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയ യൂറോപ്യൻ ശക്തി അല്ലെങ്കിൽ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് എത്തിയത്. ഇനി നമ്മൾ പറഞ്ഞു മാനുവൽ ഒന്നാമൻ രാജാവാണ് വാസ്കോഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ചത്. അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന അല്ലെങ്കിൽ സേനാനായകൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ച മാനുവൽ രാജാവ് തന്നെയാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. വാസ്കോഡ ഗാമ അറിയപ്പെടുന്ന പേര് ഇന്ത്യൻ ഓഷന്റെ സേനാധിപതി എന്നറിയപ്പെടുന്നു. അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ്. ഇതേ മാനുവൽ രാജാവാണ് ഇന്ത്യയിലേക്ക് വാസ്കോഡ ഗാമയെ അയച്ചതും. 1497 ലിസ്ബണിൽ നിന്നാണ് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള യാത്ര വാസ്കോഡ ഗാമ ആരംഭിച്ചത്. ഒരു വർഷത്തിന് ശേഷം 1498 1498 ഇയർ എന്ന് ഓർത്തോണേ, 1498 മെയ് 20 വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത്. കോഴിക്കോട് കാപ്പാട് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ എത്തിയത്. ക്ലിയർ ആണല്ലോ. ഇനി വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേര്, കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെയിന്റ് ഗബ്രിയേൽ കപ്പൽ. ഓർത്തോണം, വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേരാണ് സെയിന്റ് ഗബ്രിയേൽ കപ്പൽ.
ഇനി വാസ്കോ ഡ ഗാമ ഒറ്റയ്ക്കായിരുന്നില്ല. വാസ്കോ ഡ ഗാമയെ 2 കപ്പലിൽ കുറച്ച് അനുയായികൾ കൂടി ഉണ്ടായിരുന്നു. വാസ്കോ ഡ ഗാമയെ അനുഗമിച്ച 2 കപ്പൽ കൂടി ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഒന്ന് സെയിന്റ് ബെറിയോ കപ്പൽ, മറ്റേത് സെയിന്റ് റാഫേൽ കപ്പൽ. ഈ 2 കപ്പലും വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചിരുന്ന സെയിന്റ് ഗബ്രിയേൽ കപ്പലിനെ അനുഗമിച്ച് കേരളത്തിലെത്തിയ കപ്പലുകളാണ്. അപ്പൊ ഇതിന്റെ 3 പേരും ഒന്ന് പഠിച്ചേക്കുക, 3 പേരും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. വാസ്കോ ഡ ഗാമ എത്തിയത് സെയിന്റ് ഗബ്രിയേലില്, വാസ്കോ ഡ ഗാമയെ അനുഗമിച്ചിരുന്ന 2 കപ്പല് സെയിന്റ് ബെറിയോ, സെയിന്റ് റാഫേൽ. ഓർത്ത് വെച്ചേക്കുക. ഇനി വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് എവിടെയാണ് എന്നാണെന്നൊക്കെ നമ്മൾ പഠിച്ചു, വന്ന കപ്പൽ പഠിച്ചു. ഇനി അദ്ദേഹം തിരിച്ചു പോയത് 1499 തിരിച്ച് ലിസ്ബണിലേക്ക് അദ്ദേഹം പോയത്. 98 കേരളത്തിലെ രാജാക്കന്മാരെയും ആ കാലത്തുണ്ടായിരുന്ന സാമൂതിരിമാരെയൊക്കെ കണ്ട ഒരു വാണിജ്യ ബന്ധം ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെത്തിയ വാസ്കോ ഡ ഗാമ 1498 ഒരു വർഷം കേരളത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. എന്നാൽ 1499 തിരികെ ലിസ്ബണിലേക്ക് പോയി. അപ്പം തിരികെയുള്ള യാത്രയിൽ ജസ്റ്റ് നോക്കാൻ വേണ്ടി പറയുകയാണ്, തിരികെയുള്ള യാത്രയിൽ കണ്ണൂർ സാമൂതിരിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം കണ്ണൂർ ഇറങ്ങിയിട്ടാണ് തിരിച്ച് ലിസ്ബണിലേക്ക് പോയത്. കണ്ണൂർ സാമൂതിരിയുടെ ക്ഷണപ്രകാരം കണ്ണൂർ ഇറങ്ങിയതിനു ശേഷമാണ് 1499 ലിസ്ബണിലേക്ക് അദ്ദേഹം തിരിച്ചത്. അപ്പം ആദ്യം വന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. തുടർന്ന് 2 തവണ കൂടെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം 1498 ആദ്യമായിട്ട് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങിയ വാസ്കോ ഡ ഗാമ 1499 തിരികെ പോയി. രണ്ടാമത് കേരളത്തിലെത്തിയത് വാസ്കോ ഡ ഗാമ 1502 രണ്ടാമതായിട്ട് വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത് 1502 അപ്പൊ ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം എത്തിയത് 1498, രണ്ടാമത് എത്തിയത് 1502, മൂന്നാമത് എത്തിയത് 1524. അപ്പൊ ഈ വരവിനൊരു പ്രത്യേകതയുണ്ട്. മൂന്നാമതും അവസാനവുമായിട്ട് കേരളത്തിലെത്തിയ വർഷമാണ്. ഈ വർഷം വാസ്കോ ഡ ഗാമ വന്നത് ഒരു വൈസ്രോയി ആയിട്ടാണ് വന്നത്, പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് മൂന്നാമത്തെ തവണ വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തുന്നത്. മൂന്നാമതും അവസാനവുമായിട്ട് വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തുന്ന 1524. ഒന്നാമതായിട്ട് 1498, രണ്ടാമതായിട്ട് 1502, മൂന്നാമതായിട്ട് 1524, മൂന്നാമതും അവസാനവുമായിട്ട്. ഇനി വാസ്കോ ഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചത്. ഓർത്താൽ മതി, ക്രിസ്മസിന്റെ തലേദിവസമാണ്. 2/24 1524 ഡിസംബർ 24, ഓർക്കാൻ എളുപ്പമാണ്. അപ്പൊ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24. അപ്പം ഈ ഒരു ഇയറിനെ കണക്ട് ചെയ്ത് നമുക്ക് പുറകോട്ട് പോവുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അവസാനം എത്തി നമുക്കറിയാം 15 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ മരിക്കുന്നത്. അപ്പം മൂന്നാമത് ഏറ്റവും അവസാനമായിട്ട് എത്തിയത് 1524. അപ്പൊ രണ്ടാമത് എത്തിയതോ 1502. അപ്പൊ ആദ്യം എത്തിയത് 1498. 3 വർഷം ഈ ഡേറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. 1524 ഡിസംബർ 24 അന്തരിച്ച വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് സെയിന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ്. കൊച്ചി സെയിന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. ഇനി 1539 തിരിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരാവശിഷ്ടങ്ങള് ലിസ്ബണിലേക്ക് കൊണ്ടുപോകുന്നത്. 1539 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരാവശിഷ്ടങ്ങൾ തിരിച്ച് ലിസ്ബണിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അടക്കം ചെയ്ത പള്ളി അല്ലെങ്കിൽ ചർച്ച് എന്ന് പറഞ്ഞത് ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. കൊച്ചിയിലെ അടക്കം ചെയ്തിരിക്കുന്നത് സെയിന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. ലിസ്ബണിൽ തിരികെ കൊണ്ടുപോയത് 1539. അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ചർച്ച് ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബൺ. അങ്ങനെ വാസ്കോ ഡ ഗാമയുടെ വരവിനെ കുറിച്ചും ഒന്നാമത്തെ വരവ്, രണ്ടാമത്തെ വരവ്, മൂന്നാമത്തെ അവസാനത്തെ വരവിനെ കുറിച്ചും ആ വർഷങ്ങളും അദ്ദേഹത്തിന് ഭൗതിക ശരീരം അടക്കം ചെയ്ത കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിൽ എത്തിയ വ്യക്തിയാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിൽ എത്തിയ വ്യക്തി പെഡ്രോ അൽവാരസ് കബ്രാൾ. 1500 അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തുന്നത്. പെഡ്രോ അൽവാരസ് കബ്രാൾ ഓർത്തിരിക്കുക. പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കൊച്ചിയിലെ പണ്ടകശാല, പോർച്ചുഗീസ് പണ്ടകശാല കൊച്ചിയിൽ സ്ഥാപിച്ചത് പെഡ്രോ അൽവാരസ് കബ്രാൾ ആണ്. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് കബ്രാളിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യം. അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ് ഡി അൽമേഡ.
ഫ്രാൻസിസ് ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. 1505 തൊട്ട് 1509 വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. അപ്പൊ ഈ ഫ്രാൻസിസ് ഡി അൽമേഡയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു ഭരണകാലമാണ് ഫ്രാൻസിസ് ഡി അൽമേഡയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നീല ജല നയം നടപ്പാക്കിയ വൈസ്രോയിയാണ് ഫ്രാൻസിസ് ഡി അൽമേഡ. ഇങ്ങനെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. നീല ജല നയത്തിന്റെ നയം എന്ന പോളിസി, ആ ഒരു പോളിസി കൊണ്ടുവന്ന പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ് ഡി അൽമേഡ. ഇനി എന്താണ് ഈ നീലജല നയം? നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് ശക്തമായ നാവിക പടയെ വളർത്തി സമുദ്രത്തിന്റെ മേധാവിത്വം നേടിക്കൊണ്ട് പോർച്ചുഗീസ് വ്യാപാരം അല്ലെങ്കിൽ പോർച്ചുഗീസിന്റെ ആ ഒരു ഭരണത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പോളിസിനെയാണ് നമ്മൾ ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം എന്ന് പറയുന്നത്. ശക്തമായ നാവിക പടയെ വളർത്തിയെടുത്തുകൊണ്ട് സമുദ്ര മേധാവിത്വം നേടിയെടുത്ത് പോർച്ചുഗീസ് വ്യാപാരം മെച്ചപ്പെടുത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ നടത്തിയ പോളിസിയാണ് നീലജല നയം. അപ്പൊ ഫ്രാൻസിസ് ഡി അൽമേഡയെ കുറിച്ച് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ് ഡി അൽമേഡ. 1509 തൊട്ട് 1505 തൊട്ട് 1509 വരെ അദ്ദേഹം നടപ്പാക്കിയ പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് നീലജല നയം. നീലജല നയം എന്ന് പറഞ്ഞാൽ ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുത്തുകൊണ്ട് സമുദ്ര മേധാവിത്വം നേടിയെടുക്കുക. ഓർത്താൽ മതി, ബ്ലൂ വാട്ടർ ആണ് അല്ലെ, നീലജലം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യമാണെന്ന് ഓർക്കുക. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുത്തുകൊണ്ട് സമുദ്രഭാഗങ്ങളുടെ മേധാവിത്വം കൈക്കലാക്കി പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കിയ പോളിസി. അതാണ് ഫ്രാൻസിസ് ഡി അൽമേഡയുടെ പ്രധാനപ്പെട്ട ഒരു നയം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് അൽബുക്കർക്ക്. അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഭരണകാലഘട്ടം 1509 തൊട്ട് 1515 വരെ. വളരെ ശക്തനായിട്ടുള്ള ഒരു പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനി വൽക്കരണം നടത്തിയത്, അതിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്ക് ആയിരുന്നു. പിന്നെ കോഴിക്കോട് നഗരം ആക്രമിച്ച ആദ്യ വൈസ്രോയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തിനെ പോർച്ചുഗീസുകാർ വിളിക്കുന്ന പേരാണ് കലയക്കുറ്റം എന്നാണ് വിളിക്കുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്ത്യയിലെ ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ആ അൽബുക്കർക്കിന് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന ഒന്നാമത്തെ വൈസ്രോയി അൽമേഡ, അൽബുക്കർക്ക്. രണ്ടും വെച്ചിട്ട് ഓർക്കണം. അൽമേഡ, അൽബുക്കർക്ക്. ഒന്നാമത്തെ വൈസ്രോയി അൽമേഡ, രണ്ടാമത്തെ വൈസ്രോയി അൽബുക്കർക്ക്. ശക്തനായ വൈസ്രോയിയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ചു. പിന്നെ പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യക്കാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. പോർച്ചുഗീസിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അൽബുക്കർക്കിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകി, കോഴിക്കോട് നഗരം ആക്രമിച്ചു, പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു, കൊച്ചിയിലായിരുന്ന പോർച്ചുഗീസിന്റെ ആസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. ഇനി ഗോവ പിടിച്ചടക്കാൻ നേതൃത്വം നൽകിയ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഗോവ പിടിച്ചടക്കാൻ നേതൃത്വം നൽകി. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പോർച്ചുഗീസുകാരെ പിടിച്ചടക്കുന്നത്. ഗോവയിലാണ് അവസാനം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോയി എന്നുള്ള പഠിച്ചു. ഏറ്റവും അവസാനം ഗോവയിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്നത്. ഗോവയിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ 1510 ബിജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്നും ഗോവ ആക്രമിച്ച് പിടിച്ചടക്കാൻ നേതൃത്വം നൽകിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കുക. പെഡ്രോ അൽവാരസ് കബ്രാൽ 1500 വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിൽ എത്തിയതാണ് പെഡ്രോ അൽവാരസ് കബ്രാൽ. കൊച്ചിയിലെ പണ്ടകശാല നിർമ്മിച്ചത് പെഡ്രോ അൽവാരസ് കബ്രാൾ ആണ്. ഇനി ഫ്രാൻസിസ് ഡി അൽമേഡ എന്ന് പറയുന്നത് 1505 തൊട്ട് 1509 വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽമേഡ. നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് അൽമേഡയാണ്. പിന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ്, ഇന്ത്യയിലെ ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. അൽമേഡ, അൽബുക്കർക്ക് ഓർത്തോണം.
അൽബുക്കർക്കിന്റെ ഭരണകാലം എന്ന് പറയുന്നത് 1509 തൊട്ട് 1515 വരെയാണ്. ശക്തനായ വൈസ്രോയിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനിവൽക്കരണം നടത്താൻ നേതൃത്വം നൽകി. കോഴിക്കോട് നഗരം ആക്രമിച്ചു. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. 1510 ബീജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്നും ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയതും പോർച്ചുഗീസ് വൈസ്രോയിയായ അൽബുക്കർക്കായിരുന്നു. ഇനി 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628 സ്ഥാപിച്ചതും അൽബുക്കർക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും അൽബുക്കർക്കറിനെ കുറിച്ചും അൽമേഡയെ കുറിച്ചും പഠിക്കുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് അന്റോണിയോ വാസില ഇ സിൽവ. ഇദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ. അന്റോണിയോ വാസില ഇ സിൽവയാണ് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിക്കാം. അൽബുക്കർക്കെന്നോ അൽമേഡയെന്നോ വാസില ഇ സിൽവ എന്നൊക്കെ ഓപ്ഷനിൽ കാണും. അപ്പൊ നിങ്ങൾ എഴുതി മറക്കാതെ ഓർക്കേണ്ട പേര് അന്റോണിയോ വാസില ഇ സിൽവ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ആ കുട്ടി 3 പേരുടെ പേര് പഠിച്ചായിരുന്നു. അൽബുക്കർക്ക് പഠിച്ചു, അൽമേഡ പഠിച്ചു, അന്റോണിയോ പഠിച്ചു. ഓർത്തിരിക്കാം. അന്റോണിയോ വാസില ഇ സിൽവ ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ജനറൽ ആയിരുന്നു. നമ്മൾ പോർച്ചുഗീസ് ചരിത്രം പഠിക്കുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സന്ധികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിനകത്ത് എക്സാമിന് ചോദിക്കുക ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സന്ധികളാണ്. ഒന്ന് കണ്ണൂർ സന്ധി, 2 പൊന്നാനി സന്ധി. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, പല രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ 1513 പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിമാരും തമ്മിലുണ്ടാക്കിയ സന്ധി ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കണ്ണൂർ സന്ധി ഏത് വർഷമായിരുന്നു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കണ്ണൂർ സന്ധി കോഴിക്കോട് സാമൂതിരിമാരും ആരൊക്കെ തമ്മിലായിരുന്നു, വേറെ കൂടെ ഏത് വിദേശ ശക്തികൾ തമ്മിലായിരുന്നു എന്നും ചോദിക്കാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചും ഒക്കെ വരാം. അപ്പം ശരിക്കും ഓർത്തിരിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ സന്ധിയാണ് കണ്ണൂർ സന്ധി. 1513 കോഴിക്കോട് സാമൂതിരിമാരും പോർച്ചുഗീസുകാരും തമ്മിൽ നടത്തിയ സന്ധിയാണ് കണ്ണൂർ സന്ധി. രണ്ടാമത്തതാണ് പൊന്നാനി സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിമാരും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു സന്ധിയാണ് പൊന്നാനി സന്ധി എന്ന് പറയുന്നത്. ഇതിന്റെ വർഷം നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തിരിക്കാം. വർഷം ഓർത്തിരിക്കാനായിട്ടൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പം പോർച്ചുഗീസുകാരുടെ ചരിത്രം എല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് 14, 15 വർഷങ്ങളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 14 എന്ന് പറയുമ്പോൾ അത് വാസ്കോഡ് ഗാമ ആദ്യമായിട്ട് വന്ന സമയം, അതൊക്കെയാണ് 1400 കൂട്ടിയുള്ള വർഷത്തിൽ പറയുന്നത്. 1500 മെയിൻ ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും. പോർച്ചുഗീസ് വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായിട്ട് വന്ന ആളെ കുറിച്ചും അങ്ങനെ 1500 പുള്ളി വരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ 1500 കൂട്ടിയാണ് പഠിക്കുന്നത്. അപ്പൊ ഇതും 1500 കൂട്ടിയാണെന്ന് ഓർക്കുക. പിന്നെ ഓർക്കാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാല് കണ്ണൂർ സന്ധിയാണ്. കണ്ണൂർ നമ്മൾ കേരളത്തിന്റെ ജില്ലകൾ എടുത്ത് നോക്കുവാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് 13ാമത്തെ ജില്ലയാണ് കണ്ണൂർ. അപ്പം 1513 കണ്ണൂർ സന്ധി എന്ന് ഓർത്ത് വെക്കുക. പൊന്നാനി സന്ധി 1540. അത് കോഴിക്കോട് സാമൂതിരിമാരും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്, ഓർത്തിരിക്കുക. അപ്പം ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോർച്ചുഗീസുകാരുടെ ഒരു ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് പോർച്ചുഗീസുകാർ നമുക്ക് നൽകിയ സംഭാവനകളാണ്. കുറെ കോട്ടകളും പിന്നെ അവർ നമുക്ക് തന്ന കുറെ വേർഡ്സ് ഒക്കെ ഉണ്ട്. പോർച്ചുഗീസുകാർ നമുക്ക് അവരുടെ കയ്യിൽ നമ്മൾ കടമെടുത്തിരിക്കുന്നത്, അല്ല അവരുടെ കയ്യിൽ നമുക്ക് കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്. കുറെ കോട്ടകളൊക്കെ പോർച്ചുഗീസുകാർ പണിതിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തതുമാണ് മാനുവൽ കോട്ട. 1503 അൽബുക്കർക്ക് കൊച്ചിയിൽ പണിഞ്ഞ കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ നിർമ്മിതി എന്നൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ ഫോർട്ടാണ്, മാനുവൽ കോട്ടയാണ്. ഫോർട്ട് മാനുവൽ എന്ന് പറയും. ഈ മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പല പേരുകളുണ്ട്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, അഴിക്കോട്ട, ആയിക്കോട്ട, കൊച്ചിൻ കോട്ട, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്, ഫോർട്ട് മാനുവൽ ആണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം വൈപ്പിൻ കോട്ട എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ് എന്ന് ചോദിക്കാം. മാനുവൽ കോട്ടയാണ്, ഫോർട്ട് മാനുവൽ. 1503 അൽബുക്കർക്ക് കൊച്ചിയിൽ നിർമ്മിച്ചു. ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യന്മാർ നിർമ്മിച്ച അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതിയാണ് മാനുവൽ കോട്ട. രണ്ടാമത് പോർച്ചുഗീസുകാരുടെ സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സെയിന്റ് ആഞ്ചലോസ് കോട്ടയാണ്. സെയിന്റ് ആഞ്ചലോസ് കോട്ട 1505 അൽമേഡ കണ്ണൂരിലാണ് പണിഞ്ഞിരിക്കുന്നത്. സെയിന്റ് ആഞ്ചലോസ് കോട്ട. മൂന്നാമത്തെ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചാലിയം കോട്ട. 1531 ചാലിയം കോട്ട പണിഞ്ഞത്. അത്
നൂനോ ഡി കുൻഹ എന്ന് പറയുന്ന പോർച്ചുഗീസുകാരനാണ് ഇത് പണിഞ്ഞത്. അപ്പൊ ഈ ചാലിയം കോട്ട പണിഞ്ഞതിന് പിന്നില് ഒരു കഥയുള്ളത് കുഞ്ഞാലി മരക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ പടത്തലവൻ അല്ലെങ്കിൽ നാവിക തലവനെയാണ് നമ്മൾ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ഈ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം തടയാൻ വേണ്ടി പോർച്ചുഗീസുകാർ പണിഞ്ഞ കോട്ടയാണ് ചാലിയം കോട്ട. അപ്പൊ ചാലിയം കോട്ട അറിയപ്പെടുന്ന അല്ലെങ്കിൽ ചാലിയം കോട്ടയുടെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അത് പറയപ്പെട്ട ഒരു പേര് സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പോർച്ചുഗീസിന്റെ വാൾ അല്ലെങ്കിൽ സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ വാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ചാലിയം കോട്ടയാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. പോർച്ചുഗീസുകാർ നിർമ്മിച്ച സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ വാൾ എന്നറിയപ്പെടുന്ന നിർമ്മിതി ഏതാണ്? ചാലിയം കോട്ട. 1531 ചാലിയം കോട്ട നിർമ്മിക്കുന്നത്. തുടർന്ന് 1751 കുഞ്ഞാലി മരക്കാർ തന്നെ ചാലിയം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ച് കളയാനുണ്ടായത്. അപ്പൊ അതാണ് ചാലിയം കോട്ട. പിന്നെ ചാലിയം കോട്ടയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കൃതിയാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ആ ഒരു വാക്കിന്റെ അറബി വാക്കാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യക്തമായ വിജയം എന്നാണ്. ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത് ഒരു അറബി കൃതിയാണ്. ചാലിയം കോട്ട പിടിച്ചടക്കിയ ആ ഒരു വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് രചിച്ച ഒരു അറബി കൃതിയാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഈ അറബി കൃതിയുടെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടെ പറയാണ്. തുഹത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു അറബി പുസ്തകമാണ്. അറബി പുസ്തകത്തില് പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങളെ കുറിച്ച് പറയുന്നതാണ്. തുടർന്ന് മുസ്ലിങ്ങളോട് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ആക്രമണം തുടങ്ങാൻ യുദ്ധം ചെയ്യാനൊക്കെ ആഹ്വാനം ചെയ്യുന്ന ഒരു കൃതിയാണ് തുഹത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. രണ്ട് പുസ്തകങ്ങളാണ്. രണ്ടും അറബി ഭാഷയിൽ രചിച്ചിരിക്കുന്ന രണ്ട് കൃതികളാണ് ഫത്ഹുൽ മുബീനും തുഹത്തുൽ മുജാഹിദീനും. ഒന്ന് ചാലിയം കോട്ട പിടിച്ചടക്കിയ ആ ഒരു വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കൃതിയും രണ്ടാമത്തത് മുസ്ലിങ്ങളോട് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു കൃതിയാണ് തുഹത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അപ്പം ചാലിയം കോട്ടയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ചാലിയം കോട്ട എന്ന് പറയുന്നത്. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് പോർച്ചുഗീസുകാര് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വാസ്തുകല, ഒരു വാസ്തുശില്പ ആ ഒരു രൂപത്തിന് ആ നിർമ്മിതിക്ക് പറയുന്ന പേരാണ് ഗോധി ശൈലി. ഗോധി ശൈലി എന്ന് പറയുന്ന ഒരു വാസ്തുവിദ്യാ ശൈലിയാണ്. അപ്പം ഈ ഗോധി ശൈലി പോർച്ചുഗീസുകാരാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ ഒരു ശൈലിയിൽ പണിഞ്ഞിരിക്കുന്ന രണ്ട് പള്ളികളാണ്. ഒന്ന് സെയിന്റ് ഫ്രാൻസിസ് പള്ളിയും രണ്ട് ബോം ജീസസ് പള്ളി. സെയിന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ്, ബോം ജീസസ് പള്ളി ഗോവയിലാണ്. ഈ സെയിന്റ് ഫ്രാൻസിസ് പള്ളി നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച സമയത്ത് പഠിച്ചിരുന്നത് എന്താണെന്ന് അറിയാവോ? വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലെ പള്ളിയാണ് സെയിന്റ് ഫ്രാൻസിസ് പള്ളി. അതുപോലെ ബോം ജീസസ് പള്ളിയുണ്ട് ഗോവയില്. ഈ രണ്ട് പള്ളികളും ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാര് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന ഒരു വാസ്തു രൂപമായ ഗോതിക് ശൈലിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന രണ്ട് പള്ളിയാണ് സെയിന്റ് ഫ്രാൻസിസ് പള്ളി, ബോം ജീസസ് പള്ളി. ഇനി പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ സെമിനാരി വരാപ്പുഴയിലാണ് പോർച്ചുഗീസുകാരെ നിർമ്മിച്ച ആദ്യ സെമിനാരി. അടുത്ത പോർച്ചുഗീസുകാരുടെ ഒരു നിർമ്മിതിയാണ് മട്ടാഞ്ചേരി പാലസ്. മട്ടാഞ്ചേരി പാലസ് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ ഒരു കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. പിന്നീട് ഡച്ചുകാർ വന്നു കഴിഞ്ഞപ്പോൾ അവരത് പിടിച്ചടക്കി അത് ഡച്ച് കൊട്ടാരം എന്നുള്ള പേരിൽ അറിയപ്പെടാനൊക്കെ തുടങ്ങി. മട്ടാഞ്ചേരി പാലസ് എന്ന് പറയുന്നത് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ്. പിന്നെ പോർച്ചുഗീസുകാരുടെ സംഭാവന എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാര് വൈപ്പിനിലും കൊച്ചിയിലും ഒക്കെ അച്ചടിശാല നിർമ്മിച്ചു പോർച്ചുഗീസുകാര്. പിന്നെ ചവിട്ടുനാടകം പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത്. മാനുവൽ കോട്ട, സെയിന്റ് ആഞ്ചലോസ് കോട്ട, ചാലിയം കോട്ട, ഗോതിക് ശൈലി, വരാപ്പുഴയിൽ സെമിനാരി, മട്ടാഞ്ചേരി പാലസ്, അച്ചടിശാലകള്, ചവിട്ടുനാടകം പ്രചരിപ്പിച്ചു. ഇതൊക്കെ പോർച്ചുഗീസുകാർ നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകളാണ്. പോർച്ചുഗീസ് സംഭാവനകളുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് പോർച്ചുഗീസുകാരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരും. അത്രയും കാര്യങ്ങളുള്ളൂ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി പോർച്ചുഗീസ് സംഭാവനകൾ പറയുമ്പോൾ നമ്മൾ പുറക്കാട് രാജ എന്ന് പറഞ്ഞൊരു ഒരു നാട്ടുരാജാവിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. പുറക്കാട് രാജ എന്ന് പറയുന്ന അറിയപ്പെട്ടിരുന്ന പേര് ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ എന്നാണ്. പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെടുന്ന നാട്ടുരാജാവാണ് പുറക്കാട് രാജ, ഓർത്തിരിക്കുക. പിന്നെ പോർച്ചുഗീസുകാരെ പണിതിട്ടുള്ള ഒരു കോട്ടയും കൂടെ ഉണ്ട്, തോമസ് കോട്ട.
തങ്കശ്ശേരിയിലാണ്, കൊല്ലത്ത്. പറങ്കിക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന തോമസ് കോട്ട കൊല്ലം തങ്കശ്ശേരിയിൽ പണിഞ്ഞിരിക്കുന്നതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ഒരു സംഭാവനയാണ്. പിന്നെ വൈദിക പഠനത്തിന് വേണ്ടിയിട്ട് കൊച്ചി, കൊടുങ്ങല്ലൂര്, വൈപ്പിനിലൊക്കെ സ്കൂളുകളും കോളേജുകളും സെമിനാരികളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാർ. അതും പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകളുടെ കൂടെ നമ്മൾ കൂട്ടുന്നതാണ്. വൈദിക പഠനത്തിന് വേണ്ടിയിട്ട് കോളേജുകളും സെമിനാരികളും ഒക്കെ കൊച്ചി, കൊടുങ്ങല്ലൂര്, വൈപ്പിൻ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചു. ഇനിയും ഈ ഒരു പോർഷൻ പറഞ്ഞ കൂടെ തന്നെ പഠിക്കുകയാണ്. കത്തോലിക്ക മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ചാലിയം കോട്ട പഠിച്ച സമയത്ത് കുഞ്ഞാലി മരക്കാരെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പൊ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കാനുണ്ട്. കുഞ്ഞാലി മരക്കാർ എന്നറിയപ്പെടുന്നത് സാമൂതിരിയുടെ നാവികസേനാ തലവന്മാരെയാണ് കുഞ്ഞാലി മരക്കാർ എന്നറിയപ്പെട്ടിരുന്നത്. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ, രണ്ടാമൻ, അങ്ങനെ പല പേരുകളുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എന്ന് പറയുന്നത്, കുഞ്ഞാലി മരക്കാന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പുതുപ്പണം കോട്ടയാണ്. കോട്ടയ്ക്കൽ പുതുപ്പണം കോട്ടയിലാണ് കുഞ്ഞാലി മരക്കാന്മാരുടെ ആസ്ഥാനം. സാമൂതിരിയുടെ നാവികസേനാ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ എന്നറിയപ്പെടുന്നത്. കുഞ്ഞാലി മരക്കാർ ഒന്നാമനുണ്ടായിരുന്നു. കുട്ടി മുഹമ്മദ് അലി എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ എന്ന് അറിയപ്പെടുന്നു. കുഞ്ഞാലി മരക്കാൻ രണ്ടാമനുണ്ട്, കുട്ടി പോക്കറലി ആയിരുന്നു ശരിയായ പേര്. കുഞ്ഞാലി മരക്കാൻ രണ്ടാമൻ എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് ആദ്യ നാവികസേന ആരംഭിച്ചത് കുട്ടി പോക്കറലിയാണ്, അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. കുഞ്ഞാലി മരക്കാർ മൂന്നാമനുണ്ട്. പടമരക്കാർ, പട്ടുമരക്കാർ എന്നൊക്കെയായിരുന്നു കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അറിയപ്പെട്ടിരുന്നത്. മരക്കാർ കോട്ട നിർമ്മിച്ചതും കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. പിന്നെ കുഞ്ഞാലി മരക്കാർ നാലാമനുണ്ടായിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ എന്നാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ത്യൻ സമുദ്രത്തിന്റെ സേനാധിപതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് പഠിച്ചായിരുന്നു ആദ്യം, വാസ്കോ ഡ ഗാമ അല്ലെ, മാനുവൽ ഒന്നാമൻ രാജാവ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് വാസ്കോ ഡ ഗാമയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരക്കാർ നാലാമനെ 1600 പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുകയാണ് ചെയ്തത്. വധിച്ചതിന് ശേഷം പുള്ളിയുടെ ശരീരഭാഗങ്ങളൊക്കെ പല പല പീസുകളാക്കി പല പല സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്നൊക്കെ കഥകളുണ്ട്. കുഞ്ഞാലി മരക്കാർ നാലാമൻ ഇന്ത്യൻ സമുദ്രത്തിന് അധിപൻ എന്നറിയപ്പെടുന്നു. 1600 ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാർ വധിച്ചു. ഇനി കുഞ്ഞാലി മരക്കാർ സിനിമയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞാലി മരക്കാരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുമ്പോൾ കുറെ വാക്കുകൾ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ട്. അതൊക്കെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വാക്കുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കൈതച്ചക്ക, അതുപോലത്തെ പഴങ്ങളൊക്കെ പോർച്ചുഗീസിൽ നിന്ന് വന്ന പഴങ്ങളാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ വേർഡ്സ് ഉണ്ട്, വാക്കുകളുണ്ട്. ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജനൽ, മേശ, വിജാഗിരി, അലമാര, ചായ, അങ്ങനെ കുറച്ചുകൂടെ വേർഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് കൂടുതലായിട്ടുള്ള പോർച്ചുഗീസുകാരുടെ കയ്യിൽ നമുക്ക് കിട്ടിയ വേർഡ്സിന്റെ ഒരു ഡീറ്റെയിൽ ആ നോട്ട്സിനകത്തുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരും നമുക്ക് നൽകിയ സംഭാവനകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഫ്രാൻസുകാരെയും ഡച്ചുകാരെ കുറിച്ചൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പൊ നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഫ്രാൻസുകാരെയും ഫ്രഞ്ചുകാരെയും പോർച്ചുഗീസുകാരെ കഴിഞ്ഞു ഫ്രഞ്ചുകാരെയും ഡച്ചുകാരെയും ബ്രിട്ടീഷുകാരെ കുറിച്ചും പഠിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ യൂറോപ്യന്മാരുടെ ആഗമന സംഭാവനകൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നിന്ന് മുമ്പ് വന്നിട്ടുള്ള PSC ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ മറ്റ് പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ, PSC ബുള്ളറ്റിൻ പോലത്തെ, തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, കോമ്പറ്റീഷൻ, അതുപോലുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള അഡീഷണൽ വിവരങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ നോട്ടും കൂടെ വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. അത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം നെക്സ്റ്റ് പോർഷൻ പഠിക്കുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് പോർഷൻ പഠിക്കുന്ന കൂടെ തന്നെ ഈ പഠിച്ച കാര്യങ്ങളും കൂടെ റിഫ്രഷ് ചെയ്യാൻ ഓർക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കോട്ട പണിഞ്ഞ കാര്യം ചോദിക്കുമ്പോൾ നമുക്കത് പോർച്ചുഗീസുകാരാണോ ഡച്ചുകാരാണോ അല്ലെ ഫ്രഞ്ചുകാരാണോ എന്നുള്ള സംശയം വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് റിഫ്രഷ് തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂറോപ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.